ഹായ് എവ്രി വൺ, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് രണ്ട് ഉഗ്രൻ വാള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്ന് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ അതുകൊണ്ടിട്ട് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് വാള മീൻ അവിയലും അതുപോലെ ഫ്രൈയും. അതിപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേത്തുള്ള ചുണ്ണാമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയുക എന്നുള്ള രീതിയാണ്. മിക്കയിടങ്ങളിലും കത്തി കൊണ്ടായിരിക്കും അത് ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ സാധാരണ സ്ക്രബ്ബർ യൂസ് ചെയ്താണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ മേത്തുള്ള ചുണ്ണാമ്പൊക്കെ അങ്ങ് കളയാനായിട്ട് കഴിയും. അപ്പോൾ അത് അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും രണ്ട് വാളയും നന്നായിട്ട് അതിൻ്റെ പുറമൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നേരെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഫ്രൈ ചെയ്യും, അതുപോലെ അവിയലും വെക്കും. പൊതുവെ എല്ലാവരും മീൻ കറിയായിരിക്കും വെക്കുന്നത്. വാള അവിയൽ വെക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഒരു മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഏതാണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ സെയിം സാധനങ്ങൾ തന്നെയാണ് വാള മീൻ ഫ്രൈ ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മസാലയും, അതായത് നമ്മുടെ പട്ട ഗ്രാമ്പൂ അതുപോലെയുള്ള സ്പൈസസിൻ്റെ അത് പൊടിച്ചതും ഉപ്പും കൂടിയിട്ട് മിക്സ് ആക്കുന്നതാണ് കേട്ടോ. ഇതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്തിട്ടും നമ്മൾ മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാറാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കാനായിട്ടുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒരു പ്രത്യേകം വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ശരിക്കും നമ്മൾ മീൻ കറി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അതേ മസാല തന്നെയാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അതായത് പിന്നെ മീൻ കറി വയ്ക്കുന്നതിൻ്റെ അത്രയും പേസ്റ്റ് ആക്കത്തില്ല, കുറച്ച് ഒന്ന് മീഡിയം ഇതിലായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, അധികം വെള്ളം ചേർക്കാതെ. അതിലേക്ക് പിന്നെ ലാസ്റ്റ് ഒരു സവാളയും കൂടി അരിഞ്ഞിടും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഒരു സവാളയുടെ പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗമോ ചെറുതായിട്ട് അരിഞ്ഞ് അതിലൂടെ അങ്ങ് ഇടും. തക്കാളിയൊക്കെ ഇട്ട് കുറച്ച് മൂടി വയ്ക്കും. പിന്നെ മൂടി മാറ്റിയിട്ട് ഒന്ന് ഓപ്പൺ എയറിൽ വെച്ച് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്, അവിയലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കുന്ന തിരക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.